നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം വെച്ച് ഒരു പഴം പുളിശ്ശേരിയാണ്. അതിനായി നമുക്ക് ഒരല്പം പഴുത്ത പഴം, ഒരു 2 പഴമുണ്ട്, അത് നമുക്ക് ചേർത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുമ്പോൾ തന്നെ അതിലേക്ക് അല്പം കറിവേപ്പില, ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ശർക്കര പൊടിച്ചത്, പച്ചമുളക് എന്നിവ ചേർത്ത് പിന്നെ അതിലേക്ക് ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാനായി വെക്കാം. അത് വെന്തോന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ അരപ്പ് റെഡിയാക്കാം. തേങ്ങയിട്ട് അതിലേക്ക് 1/4 സ്പൂൺ ജീരകം, ഒരു 2 വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ല രീതിയിൽ അതൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വെള്ളം പറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് ആ മിക്സിയുടെ ജാറിൽ ആ വെള്ളം അതും കൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് അടിച്ച തൈരും കൂടി ചേർത്ത് നമുക്ക് അപ്പം തന്നെ തീ ഓഫ് ചെയ്യാം. അപ്പം തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ താളിപ്പ് റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ഉലുവ എന്നിവ നല്ല രീതിയിൽ അതൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതും കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും കൂടി ചേർത്ത് നല്ല രീതിയിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതൊന്ന് നല്ല രീതിയിൽ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരല്പം മുളക് പൊടി അതിലേക്ക് ചേർക്കാം. എന്നാലാണ് താളിപ്പ് ചെയ്യുമ്പോൾ അതിനൊരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഓഫ് ചെയ്തതിന് മാത്രം ശേഷം നമ്മൾ ഇതാക്കും, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതിന് ശേഷം നമുക്കത് അതിലേക്ക് ഇട്ട് ആ താളിപ്പ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ പഴംപുളിശ്ശേരി ഇവിടെ റെഡിയായി. നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണം.